ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ലോങ് വീഡിയോ ആണത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ഇൻ മൈ കോളേജാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ പറയണ വോയിസ് ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് മാത്രം കേട്ടാൽ മതി, അത് നിങ്ങൾ കേൾക്കില്ല. കാരണം ഞാനതിൽ കറക്റ്റായി വോയിസ് എടുത്തു, പക്ഷേ അത് ശബ്ദം ഭയങ്കര കുറവാണ് കേട്ടോ. ഈ പറയുന്ന വോയിസ് മാത്രമേ കറക്റ്റായിട്ടുള്ളൂ. അതിലുള്ള പിന്നെ വരുന്നതൊക്കെ ഭയങ്കര ശബ്ദം കുറവാണ്, ഭയങ്കര റഷ് ആയത് കൊണ്ട്. നമ്മളിതിൽ ഫസ്റ്റ് ഡേ ഇൻ മൈ കോളേജാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാനും അമ്മയും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ, അമ്മ, അച്ഛൻ, ചെറിയച്ഛൻ ഒക്കെ കൂടെയാണ് എന്നെ കോളേജിലാക്കാൻ പോയത്. കാറ് വന്നു, അച്ഛൻ ഇരിക്കണു, ചെറിയച്ഛൻ ഓടിക്കണു. നമ്മൾ കാറിൽ കയറി പോയി. ഞാൻ പഠിക്കുന്ന കോളേജ് കോയമ്പത്തൂർ ഈച്ചനാരിയുള്ള റത്തിനം പറയും, അതാണ് എൻ്റെ കോളേജ്. ഫസ്റ്റ് ഡേ മൈ കോളേജ്. നമ്മൾ ആദ്യമായിട്ട് കോളേജിലേക്ക് പോകണം ഗൈസ്, ഫ്രഷറാണ് ഞാൻ. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1 hour ട്രാവൽ ഉണ്ട്. ഗൂഗിളിൽ 55 minutes ആണ് കാണിക്കുന്നത്. വഴി തെറ്റി പോയാലോ അങ്ങനെ എന്തെങ്കിലും ആയാലോ കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയൊക്കെ നല്ല മനോഹരമാണ് കേട്ടോ. ഇതിപ്പോൾ ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇതേക്കാണല്ലേ എൻ്റെ ബോർഡ് ഉണ്ട്, രത്തിനം. അതാണ് കോളേജ്. സൂപ്പറാണ്, അടിപൊളി കോളേജാണ്. നല്ല വലിയ കോളേജ് പറഞ്ഞാൽ നല്ല വലിയ കോളേജാണ്. വലിയ ക്യാമ്പസ് പറഞ്ഞാൽ അവിടെ തന്നെ കോളേജിൽ തന്നെ കോളേജ് ഫാർമസി എന്തൊക്കെയോ, കോളേജിൽ തന്നെ IT കമ്പനീസ്, അവർ തന്നെ ജോലിയുണ്ട്, കുറേ പ്ലേസ്മെൻ്റ് ഉണ്ട്, എന്തൊക്കെയോ കുറേ അവർ പ്രൊവൈഡ് ഉണ്ട്. അടിപൊളി കോളേജാണ്. കുറച്ച് തമിഴാണ് അവിടെ, ഫുൾ ആൾക്കാരും കുറേ തമിഴാണ്. അതുമാത്രമേ കുഴപ്പമുള്ളൂ. മലയാളികൾക്ക് അവിടെ പോയി പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണെങ്കിലും തമിഴ് അറിയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഇത്ര തമിഴ് അറിയാത്തതുകൊണ്ട് കുറച്ച് കഷ്ടമാണ് സംസാരിക്കാൻ മാത്രം. പക്ഷെ പിള്ളേരൊക്കെ അടിപൊളിയാണ്. കണ്ടോ, പാർക്കിംഗ് കണ്ടോ, ഫുൾ ഫില്ലാണ്. നമ്മൾ ഇറങ്ങിയിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് പോകണമെന്നറിയോ? ഫ്രഷേഴ്സിനെ വെൽക്കം ചെയ്യാൻ ഇന്നോഗ്രേഷൻ പ്രോഗ്രാം ഉണ്ട്. നമ്മൾ നേരെ ഇങ്ങനെ നടന്നു പോകണം. നല്ല കാറ്റോട്ടം, അവിടെ കാറ്റിൻ്റെ അമിട്ടാണ്, അതുകൊണ്ട് അതിൻ്റെ മുടിയൊക്കെ പറന്നു പോകും. അതിൽ നിന്നൊക്കെ ഞാൻ പെറുപെറു പറയണ്ടേ, എനിക്ക് തന്നെ ഓർമ്മയില്ല എന്താ പറയണമെന്ന് കേട്ടോ. പോയി നമ്മൾ ബസ് കയറി. അവിടെ പോയപ്പോൾ നമ്മളെന്തായി, നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് അവർ ബസ് കയറ്റിയിട്ട് ഞാനും അമ്മയും കൂടെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഇന്നോഗ്രേഷൻ നടക്കുന്ന സ്ഥലം പോയി. ഇതാണ് ഇന്നോഗ്രേഷൻ നടക്കുന്ന സ്ഥലം. ഇതാണ് ഫ്രഷേഴ്സ്. ഇതിനകത്ത് മുഴുവൻ ഫ്രഷേഴ്സ് ആയിരിക്കും. പോയിട്ട് ഉള്ളിൽ എൻ്റർ ചെയ്തപ്പോൾ ഈശ്വര ഭഗവാനെ, പരലോകം ഞാൻ കണ്ടു. അത്ര തിരക്ക്, അതിനകത്ത് തിരക്ക്, എന്താ ചെയ്യേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ നേരെ അവിടെ പോയിട്ട് അവരൊരു കാർഡൊക്കെ തരും, ഐഡൻറ്റി കാർഡ്. അതൊരു ടെമ്പററി ഐഡൻറ്റി കാർഡാണ്. അത് വാങ്ങിയിട്ട് പോകണം നമ്മൾ ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറാൻ. ഇതാക്കാൻ ഐഡൻറ്റി കാർഡ്, ഇതാണ് ഐഡൻറ്റി കാർഡ്. ആ ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറി കഴിയുമ്പോൾ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. ആ പ്രോഗ്രാമാണ് ഇതിന് മുമ്പ് കണ്ട ക്ലിപ്പ്. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 4:30 മണിക്ക് തിരിച്ചു വന്നു. 4:30 മണിക്ക് 5:30 മണിക്ക് നമ്മൾ കഞ്ചിക്കോട് എത്തി. എന്നിട്ടാണ് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചത്. മറ്റേ സ്കൈ ഡയമണ്ട് ഒരു കടയുണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പോൾ സഞ്ചാരി ബൈ ഷെഫ് പിള്ളാക്കിയിട്ടുണ്ട്. ഷെഫ് പിള്ള അണ്ണൻ്റെ കടയാണിത്. നമ്മൾ അവിടെ പോയി ഫുഡ് കഴിച്ചു. ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, കുറുമയായിരുന്നു പറഞ്ഞത്. ഭക്ഷണം കാണത്തക്ക രീതിയിൽ ഞാൻ കഴിച്ചു ഗൈസ്. അത്ര വിശപ്പായിരുന്നു, തലയൊക്കെ വനിക്കാൻ തുടങ്ങി. കഴിച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു അയ്യോ ഒരു മനസ്സമാധാനം. വിശന്നിട്ട് ആട്ടപാടലൊക്കെ കരിഞ്ഞു എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയായിരുന്നു. ഇന്നും അതന്നെയായിരുന്നു, ഇന്നലെ അതന്നെയായിരുന്നു. കഴിച്ചപ്പോൾ നല്ല സമാധാനം. പിന്നെ ഞങ്ങൾ കഴിച്ചു, എല്ലാം സെറ്റപ്പായി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. നമ്മൾ മസന്നഗുടി വഴി ഊട്ടി പോണ വഴി, പാറ വഴി നല്ല പിള്ളിയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പോയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ ഇൻ മൈ കോളേജ് അടിപൊളിയായിരുന്നു, നല്ല കോളേജാണ് കേട്ടോ. പിന്നെ വീടൊക്കെ എത്തിയിട്ടുള്ള അവസ്ഥയാണ് ഗൈസ്. എല്ലാം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ലവ് യു.